ഹായ് ഫ്രണ്ട്സ്, ഹലോ. ഞാൻ ഇന്ന് സ്റ്റോറിയും പറയാൻ പോവാം. ടൈറ്റിൽ ഞാൻ കണ്ട മനസ്സിലായില്ല ഫ്രണ്ട്സ്. അതെ, നമുക്കിപ്പോൾ സ്റ്റോറിനകത്ത് പോവാം. ഹാ, ഹലോ. ആ, നിങ്ങളെല്ലാം എവിടെയുണ്ട് ഫ്രണ്ട്സ്? ഓ, റോസ്. ശരി റോസ്, നീ എവിടെയാണ് ഉള്ളത്? ഇല്ലടാ, ഞാനിവിടെ ഇവിടെ ഉള്ളത് മിയ. ശരിടി, നീ വരുന്നില്ലേ കൊറിയക്ക്? മിയ, എനിക്കിപ്പോൾ വരാൻ പറ്റില്ല മിയ. സോറി മിയ. ശരി, ഓക്കെ. നിങ്ങൾ വരാൻ പറ്റുമോ മിയ? ഞങ്ങളിപ്പോൾ എയർപോർട്ടിലാണ് ഉള്ളത് മിയ. ശരി, നീ വാ. എന്ത് പറ്റിയിടി? ആ, ഞാൻ വരാം. ശരി, ഓക്കെ മിയ. ഞങ്ങളെല്ലാവരും വന്നുകൊണ്ടുണ്ടോ മിയ? നീ അവിടെ എയർപോർട്ടിൽ ഇരുന്ന് വെയിറ്റ് ചെയ്തോ. ശരി, ദിയ ഉണ്ടാ? ദിയ ഉണ്ട് മിയ പറയാ. ശരി, ഓക്കെ. ഹലോ. ആ, ഡാഡ്. ശരി ഡാഡ്, ഞാൻ വരാം. എൻ്റെ ഫ്രണ്ട്സിനും കൂടെ വരാം. ആ, അങ്ങനെ കുറച്ച് നേരം ഫ്ലൈറ്റിലെത്തി. എല്ലാവരും ഇറങ്ങി. ഹായ് ഫ്രണ്ട്സ്. ഓക്കെ. അപ്പോൾ ദിയ പറയാം, എടി കുറച്ച് നാൾ നമുക്ക് ഗസ്റ്റ് ഹൗസിൽ താമസിക്കാം, പിന്നെ നമുക്ക് അവിടേക്ക് പോവാം. ശരി, ഓക്കെ. എല്ലാവരും കിടന്നുറങ്ങി റെസ്റ്റ് എടുക്കാൻ തുടങ്ങി. ഇപ്പം നമുക്ക് ഹീറോമാർ എൻട്രി. അതെ ഫ്രണ്ട്സ്, അതെ, ഹീറോമാർ ഈ കഥയിൽ വാമ്പയർ. ഹീറോയിന്മാരല്ല, ഒരു ഹ്യൂമൻ ആണ്. അതെ, ഓക്കെ. ഹീറോമാർ ഇപ്പോൾ അവരുടെ മേട്ട് കണ്ടുപിടിക്കാനുള്ളതാണ്. ശരി, ഓക്കെ. നമുക്ക് സ്റ്റോറിൻ്റെ അടുത്ത് പോവാം. ഇല്ല, രാവിലെ ആയി. ദിയ പറയാം. മിയ, ദിയ പറയുമായിരുന്നു. മിയ, നീ പറഞ്ഞു അച്ഛനോട്? ഞാൻ പറഞ്ഞു, എൻ്റെ അച്ഛനൊക്കെ ഓക്കെ. നിൻ്റെ അച്ഛനക്ക്? എൻ്റെ അച്ഛനക്ക് ഡബിൾ ഓക്കെ. ഡാഡി എന്നോട് ബിസിനസ് കാര്യങ്ങൾ കൊണ്ട് അവിടേക്ക് കുറച്ച് കാര്യം പറയാൻ പോകുന്നുണ്ട് പറഞ്ഞിരുന്നു ഡാഡി. ശരി, എനിക്ക് അവിടേക്ക് പോകണം. ട്രിപ്പ് എൻ്റെ ഗ്രാൻഡ് പേൻ്റെ വീട്ടിലാണ് പോകുന്നുള്ളത്. ശരി, ഓക്കെ. അങ്ങനെ ദിയ പറഞ്ഞു. ശരി, ഓക്കെ. അങ്ങനെ എല്ലാവരും അവിടെ പാക്ക് ചെയ്തു. അങ്ങനെ ഒരു ഫ്ലൈറ്റിൽ കയറി അവിടേക്ക് പോയിട്ട് എത്തി. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് അവിടേക്ക് എത്തി, ആ പ്ലേസിലേക്ക്. അതെ, അതൊരു ബിഗ് ഫോറസ്റ്റ്. അതെ, വലിയൊരു കാട്. ആ കാട് ഒരു കുറച്ചൊരു സിറ്റിയാണ്. അതെ, താഴെ പോയാൽ, അതെ, 100 മീറ്റർ കഴിഞ്ഞാൽ ഒരു വലിയൊരു പാലസ് ഉണ്ട്. അവിടെ പോകാൻ ആരും പോയില്ല. ഇതുവരെ ഒരു മനുഷ്യൻ പോയിരുന്നില്ല. പോയവർ തിരിച്ചു വരില്ല. ഡേഞ്ചർ കാടാണ്, അതിനെക്കുറിച്ച് പറയാം. ശരി, ഓക്കെ. അങ്ങനെ ദിയാൻ പറയാം. ഡാഡ്. എന്ത് പറ്റി? എത്തിയോ? എത്തി ഡാഡ്. ഗ്രാൻഡ് പി എവിടെ? ഓ മോളെ, ഗ്രാൻഡ് പേയോട് ഞാൻ പറഞ്ഞായിരുന്നു, ഗ്രാൻഡ് പി ഇപ്പോൾ വരും. ഗ്രാൻഡ് പി ഇപ്പോൾ പുറത്ത് ഷോപ്പിംഗ് പോയിരുന്നു. മക്കളെ എത്തിയോ? ഗ്രാൻഡ് പാ വന്നു. അച്ഛാ, ഞാൻ വെക്കുന്നുണ്ട്. ശരി മോളെ ദിയ. ഡാഡ്. എന്ത് പറ്റി? ഇതാര് ഡാഡ്? ഇത് മോളെ, ഇത് അവിടെ ഒരു ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അവൾ ചോദിച്ചു, അച്ഛാ ഇവിടെ വന്ന പ്രശ്നമാവില്ലേ, അവർ അവിടേക്ക് പോയെന്ത് ചെയ്യാം? അങ്ങനെയൊന്നും പോയിട്ടില്ല, ഈ മുതലാളി പറയും. അന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ശരി. മോളെ പേരെന്താ? ലൈക്ക് എൻ്റെ പേര് ഹേമ. ഓ ഹേമ. ശരി, നിനക്ക് ഞാൻ വേറൊരു നെയിം ഇടാം. എനിക്ക് ഹേമ വിളിച്ചാൽ പറ്റില്ല. ശരി, ഓക്കെ. ഞാൻ നിന്നെ വിളിക്കാൻ പോകുന്നത് കുട്ടിയാണ് വിളിക്കുക. ശരി ചേച്ചി. ശരി മോളെ. അങ്ങനെ എല്ലാവരും ഫ്ലാറ്റിൽ എല്ലാവരും വീട്ടിൽ ഉറങ്ങാൻ തുടങ്ങിയായിരുന്നു. മിയാക്ക് തായ്ക്കാൻ തുടങ്ങി. കിച്ചണിക്ക് വന്നിരുന്നു. മിയ തണ്ണി കുടിക്കായിരുന്നു. മിയൻ്റെ പുറകിൽ ഏതോ ഒന്ന് ബ്ലാക്ക് സ്മെൽ വരാൻ, ഒരു ബ്ലാക്ക് ഉറവുണ്ടായി. മിയാക്ക് പേടിയായി. ഓടി മിയ പേടിച്ചിട്ട് തിരിഞ്ഞ് മറിഞ്ഞ് നോക്കാത്ത ഓട്ടപ്പടി. ദിയ വന്നുകൊണ്ടായിരുന്നു ഉറക്കത്തിൽ എണീച്ച്. ദിയൻ്റെ മണ്ടക്ക് ഒരു കുത്തു. ദിയക്ക് ദേഷ്യം വന്നു. എന്ത് മിയ അങ്ങനെ ഓടി? ദിയ 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 എന്ത്? എൻ്റെ പുറകിൽ ആരോ ഉണ്ടായിരുന്നു. നിനക്ക് വെറുതെ തോന്നുന്നതാ മിയ. എപ്പോൾ ദിവസമായി വീട്ടിലെ ഒരു കാര്യം, ഒരു സമാധാനം ഇരിക്കാൻ വിടില്ല. ഇവിടെ വന്നപ്പോഴേ നീ പറയാ ഇവിടെ എന്തോന്നും ഉണ്ട്. നീ എന്തടി ഉള്ളത്? നിൻ്റെ അച്ഛനല്ല എൻ്റെ ചെക്കനാ. എടി പോടി എനിക്ക് ദിയ. എനിക്ക് ടെൻഷനാണ്. നീയെ കുറച്ച് ഡൗട്ട് വരാൻ തുടങ്ങി. എന്തായിട്ടിരിക്കും ഇവിടെ? ഗ്രാൻഡ് പാ. എന്ത് മോളെ? ഗ്രാൻഡ് പാ, ഞാനൊരു ചോദ്യം കേൾക്കണം. ഇവരെല്ലാവരും പറയായിരുന്നു, ഞാൻ പറഞ്ഞു കേട്ടായിരുന്നു. അവിടെ ആ മലേൻ്റെ മുകളിൽ എന്തോ ഒന്നുണ്ട് പറഞ്ഞായിരുന്നു. അവിടെ പാലസ് ഉണ്ട് പറഞ്ഞായിരുന്നു. എനിക്ക് ഷൂട്ടിംഗ് അവിടെ ചെയ്യാമോ ഗ്രാൻഡ് പാ? ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്യാൻ പ്ലാനുണ്ട്. മോളെ പറഞ്ഞേക്കുമിയാ, അവിടേക്ക് ഒന്ന് പോകണ്ട. ദിയ പറയും. ഗ്രാൻഡ് പാ, ഞാനവിടേക്ക് പോട്ടെ ഗ്രാൻഡ് പാ. പറഞ്ഞേക്ക്, നിങ്ങൾ ഒരു മനുഷ്യനും അവിടേക്ക് പോകാൻ പാടില്ല. പറഞ്ഞു കേട്ടോ? ഇല്ല നിങ്ങളൊന്ന് വീട്ടിലേക്ക് പോയിക്കോളൂ. ശരി ഗ്രാൻഡ് പാ. എന്തടി ഗ്രാൻഡ് പാക്ക് ഇത്ര ദേഷ്യം വരാ? ദിയ പറയാം. ശരി ഡി, ഞാനിപ്പോൾ ലൈബ്രറിക്ക് റൂമിൽ പോയിട്ട് വരാം. ദിയ, ഞങ്ങൾ വരാം. ദിയ എല്ലാ ഫ്രണ്ട്സ് അങ്ങനെ ലൈബ്രറി റൂമിൽ പോയി. അത് ഒരു സീക്രട്ട് ഡോറായിരുന്നു. ആ ലൈബ്രറിൻ്റെ ഉള്ളിൽ ഒരു സീക്രട്ട് ഡോറുണ്ടായിരുന്നു. യഥാർത്ഥ പ്രിയ
ഇതിന് ഡോർ തന്നാളെ ഒരു ഡോളുണ്ടായാലും തട്ടി അങ്ങനെ സീക്രട്ട് ഡോർ തുറന്നു. എല്ലാവരും അകത്ത് പോയിട്ട് നോക്കും. ലൈബ്രറി, ഫുൾ ലൈബ്രറി. കുറച്ച് ഡസ്കുകളുണ്ടായിരുന്നു, അതെ, പൊടി പിടിച്ച് പണ്ടത്തെ അതെല്ലാം ക്ലീൻ ചെയ്ത് അകത്ത് പോയിട്ട് ശരി ഇത് ക്ലീൻ ചെയ്യാം. അങ്ങനെ എല്ലാവരും ലൈറ്റ് ഇല്ലായിരുന്നു, കറണ്ട് ഇല്ലാന്. ഒരു ക്യാൻഡിൽ കൊണ്ടുപോയി, വലിയൊരു ക്യാൻഡിൽ കൊണ്ടുപോയി അവിടെ വെച്ച് അങ്ങനെ ആരാഴ്ച സുബൈക്ക് തന്നെ നമുക്ക് വായിക്കാൻ. അങ്ങനെ രാവിലെ ഗ്രാൻഡ് പുറത്ത് പോയിരുന്നു ജോലിക്ക്. എല്ലാവരും അടുത്ത് ഒരു വലിയ പുസ്തകം കിട്ടി. അതെ, ആ പുസ്തകത്തെ അവർ വായിക്കാൻ തുടങ്ങിയായിരുന്നു. 7 കിങ് കാണാൻ നല്ല മിയ പറയാം, വാവ് ഇവനവർ ആരം, എനിക്ക് ഇവന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒരു വേള ഇവനാ എൻ്റെ അളവ് പട്രായ ഞാനൊക്കെ. അതെ, ജിന്നിൻ്റെ പേര് റോസ് പറയാം. എടി ഒന്ന് പറയാതിരിക്കടി. എടി നിനക്ക് ജിന്നും ഒക്കെ. എടി ദിയ എനിക്ക് ഷുഗർ കെടി. പ്രിയ നിനക്കാര്? ജേഹബ് ഓക്കെയാണ്. കീർത്തി എനിക്ക് ജിമ്മിന് ഇഷ്ടപ്പെട്ടു. നിസ്ര എനിക്ക് ആരും വേണ്ട. എടി നീ എന്നടി വീഞ്ഞ നോക്ക. എനിക്ക് ഇവന് ഇഷ്ടമായി. ലക്കി നിനക്ക് എനിക്ക് ഇവന് ഇഷ്ടമായി. എടി ഇവരെന്നെ നമുക്ക് കല്യാണം കഴിച്ചതല്ലാണ്ടായിരുന്നു. എടി അങ്ങനെ ഒന്ന് ഇവർ ഇത്ര വർഷം ജീവിച്ചു, ഇപ്പോഴും ഉണ്ടാവോടി? ഉണ്ടായിരുന്നു, അന്നുണ്ടായിരുന്നു. ലക്കി പറയാം. എടി ലൂസ്, എടി ലൂസ്, നിനക്ക് വട്ട് പറഞ്ഞു ഇവർ പറയുന്ന കേട്ട് നിനക്ക് ലൂസാ? ഇല്ലടി എനിക്ക് ഓക്കെ. ഐ ലവ് ജാങ്കോ. പോടിയിരിക്കുക മണ്ടത്തേനും പറയുന്നത് നിസിറ ദേശത്തിൽ പറയാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും പോയി അവിടെ ബുക്ക് നോക്കിയായിരുന്നു. ലക്കി ആ പേജിൻ്റെ ഒരു പേപ്പർ ഒരു ഫോട്ടോ എടുത്തോണ്ട് ലക്കി എടുത്തോണ്ട് പോയി. ലക്കി പറയാം, ഹായ് സൂയിട്ട് ചക്കര മുത്തേന്ന് അതിന് കിസ് അടിക്കാൻ തുടങ്ങി. ഫോട്ടോ നോക്കി കിസ് അടിക്കാൻ തുടങ്ങി. ഇത് കേട്ട് നിസിറ മണ്ട് റെഡി വെച്ച്. അവർ രണ്ടുപേരും ഒക്കത്തെയാണ് ഉറങ്ങുന്നത്. അങ്ങനെ രാത്രി 12 മണി 12 മണി അങ്ങനെ രാത്രി ശബ്ദം കേൾക്കാൻ തുടങ്ങി. ലക്കിനെ ആരോ തടയുന്നു കണ്ടു. ലക്കിക്ക് ആരെപ്പാ പോടി നെസറിയ എൻ്റെ തലേന്ന് പിടിച്ച് എന്നിനാ നെക്കിൻ്റെ ഇടുപ്പിന് ഒറ്റ ഒരു കില്ല്. ലക്കിക്ക് ദേഷ്യം വന്ന്, നെസറിയ എന്തിനടി എൻ്റെ ഇടുപ്പിന് പിടിച്ച് കില്ലുന്നേ? ഞാൻ കിള്ളിട്ട എന്ത് പറ്റി? ശരി, കീർത്തി തണ്ണി കുടിക്കാൻ വന്നു. ആമോ എന്ത് ഇതാരാ? ഓ, പുറത്ത് നോക്കൂ, ജനൽ നോക്കുമ്പോൾ ജിമ്മിന് വിളിക്കാനുണ്ട്. ഷോക്കായി പോയി.